നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം നിങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുക. പോസിറ്റീവായ മാറ്റം അനുഭവിച്ചറിയാൻ സ്വയം വിശ്വസിച്ച് തയ്യാറാവുക. ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വഴി നിങ്ങൾക്കായി തെളിഞ്ഞു വരും. ദി സീക്രട്ട് ബൈ റോണ്ട ബേൺ. രഹസ്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ. ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ സ്നേഹവും സന്തോഷവും കൊണ്ട് സമ്പുഷ്ടമാക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിന് ഞാൻ ഈ പുസ്തകം വായിക്കണം? അതിനുള്ള ഉത്തരം റോണ്ട ബേൺ പറയുന്നത് ഈ 10 ചാപ്റ്ററിലൂടെ ഒന്ന് നോക്കിയാൽ മതി എന്നാണ്. അധ്യായം 1 രഹസ്യം വെളിപ്പെടുത്തുന്നു. അധ്യായം 2 രഹസ്യം ലളിതമാക്കപ്പെടുന്നു. അധ്യായം 3 രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ. അധ്യായം 4 സുശക്തമായ പ്രക്രിയ. അധ്യായം 5 ധനത്തിലേക്കുള്ള രഹസ്യം. അധ്യായം 6 ബന്ധങ്ങൾക്കുള്ള രഹസ്യം. അധ്യായം 7 ആരോഗ്യത്തിനുള്ള രഹസ്യം. അധ്യായം 8 ലോകത്തിനുള്ള രഹസ്യം. അധ്യായം 9 നിങ്ങൾക്കുള്ള രഹസ്യം. അധ്യായം 10 ജീവിതത്തിനുള്ള രഹസ്യം. ഈ 10 അധ്യായം നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ പുതിയൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടും. ക്ഷമയോടെ, വിശ്വാസത്തോടെ ഉൾക്കൊണ്ട് കേൾക്കുക. ഒന്നുകൂടി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ പോകുകയാണ്. അതിൻ്റെ ആദ്യ തുടക്കം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. അധ്യായം 1 രഹസ്യം വെളിപ്പെടുത്തുന്നു. ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന രത്നച്ചുരുക്കം പ്രധാനമായിട്ടും 5 ആശയങ്ങളാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അനന്തമായ ഒരു ശക്തി മൂലമാണ്. നമ്മളെല്ലാം സ്വയം നയിക്കുന്നത് ഒരേ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ അത്യന്തികം സൂക്ഷ്മവും കൃത്യവുമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വാട്ട് എവർ വി ഫോക്കസ് ദാറ്റ് വിൽ എക്സ്പാൻഡ് ഇൻ അവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിലാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളെ തേടി വരും. അത് നമുക്ക് നിഷ്പ്രയാസം നേടാൻ കഴിയും. അതെത്ര വലുതായാലും ചെറുതായാലും പ്രശ്നമല്ല. ലോകത്തിൽ ആകെ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ 96% ലോകജനതയുടെ 1% കയ്യിൽ ഒതുങ്ങിയത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് അങ്ങനെയല്ല. അത് അപ്രകാരം രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. ജീവിതത്തിൽ ധാരാളം സമ്പത്തുണ്ടാക്കിയവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ രഹസ്യം അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു. അവരുടെ ചിന്തകൾ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് മാത്രമായിരുന്നു. സമ്പത്തിനെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളാണ് അവർ അറിഞ്ഞോ അറിയാതെയോ സമ്പത്തിനെ അവരിലേക്ക് ആകർഷിച്ചത്. അവിടെ ആകർഷണ നിയമം നന്നായി പ്രവർത്തിച്ചു. ഈ അധ്യായത്തിലെ 2ാമത്തെ ആശയം ഇങ്ങനെയാണ്. സമാനമായ വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകൾ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വയം ഒരു കാന്തമാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ മറ്റൊരു കാന്തം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ കാന്തം. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ശക്തിയേറിയ കാന്തിക പ്രഭാവം നിങ്ങൾക്കുണ്ട്. അളക്കാനാവാത്ത ഈ കാന്തിക ശക്തി നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് വികിരണം ചെയ്യപ്പെടുന്നത്. അടിസ്ഥാനപരമായി ആകർഷണ നിയമം പറയുന്നത്
സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ചിന്തയുടെ തലത്തിലാണ്. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിന്തിക്കും തോറും അത് കൂടുതൽ കൂടുതൽ മോശമായി തോന്നും. അതിന് കാരണം കുറച്ചു നേരം നിങ്ങളൊരു കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആകർഷണ നിയമം ഉടനെ തന്നെ സമാനമായ കുറേ ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് സമാനമായ അസുഖ ചിന്തകളെ കൊണ്ടു നിറയും. സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ അസ്വസ്ഥരാകും. സമാനമായ ചിന്തകൾ ആകർഷിക്കപ്പെടുന്നത് ചില പാട്ടുകൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഈ ഗാനം നിങ്ങളെ വിട്ടുപോകാതെ നിങ്ങളോടൊപ്പം നിലനിൽക്കുന്നത് പോലെ തോന്നും. അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കും. ആ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും അതിൽ മുഴുകി. ആ ഗാനം ചിന്തയുടെ ഒരു കേന്ദ്രമായി. അപ്പോൾ ആ ഗാനത്തെക്കുറിച്ചുള്ള സമാന ചിന്തകളെ നിങ്ങളെ ശക്തമായി ആകർഷിക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് ആകർഷണ നിയമം പ്രവർത്തിച്ച് ആ ഗാനത്തെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ ചിന്തകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരും. ഈ അധ്യായത്തിലെ മൂന്നാമത്തെ ആശയം ഇങ്ങനെയാണ്: ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് നിശ്ചിത തരംഗദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായവയെല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു. പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതെല്ലാം നമ്മുടെ ഉത്ഭവസ്ഥാനത്തേക്ക്, അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ചിന്തകൾക്ക് ഒരു തരംഗദൈർഘ്യമുണ്ട് എന്നത് പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. ചിന്തകളെ നമുക്ക് അളക്കാൻ കഴിയും. നിങ്ങൾ ഒരു ചിന്ത മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ, ഒരു പുതിയ കാർ നിങ്ങൾ സ്വന്തമാക്കിയതായി, നിങ്ങൾ ആഗ്രഹിച്ചത്ര പണം, സമ്പത്ത് നിങ്ങളുടെ കയ്യിലുള്ളതായി, നിങ്ങളുടെ സ്വന്തമായ ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്വപ്ന സ്ഥാപനം വളർത്തിയെടുത്തതായിട്ട്, ജീവിതത്തിലെ പങ്കാളിയെ കണ്ടെത്തിയതായി എല്ലാം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഒരു തരംഗം പ്രസരിപ്പിക്കുകയാണ്. ഈ അധ്യായത്തിലെ നാലാമത്തെ ആശയം അതിങ്ങനെയാണ്: നിങ്ങൾ ചിന്തകളുടെ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക. അതുവഴി നിങ്ങളുടെ തരംഗദൈർഘ്യം മാറ്റുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിലുമുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നത്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, എന്താണോ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നിങ്ങൾ ഒരു മനുഷ്യ പ്രക്ഷേപണ ടവർ പോലെയാണ്. ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏത് ടെലിവിഷൻ ടവറിനേക്കാളും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രക്ഷേപണ ടവർ നിങ്ങൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രക്ഷേപണമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നതും ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നതും. നിങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന തരംഗങ്ങൾ നഗരങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന് ലോകത്തെ തന്നെ കടന്നു പോകുന്നു. ഇത് ഈ പ്രപഞ്ചത്തിലാകെ പ്രതിധ്വനിക്കുന്നു. ആ തരംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ഈ ചിന്തകൾ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ ഒരു ടെലിവിഷൻ സ്ക്രീനിലല്ല കാണുന്നത്. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ചിന്തകളുടെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അവ
അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായവയെ നിങ്ങളിലേക്ക് മാത്രം ആകർഷിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഈ അധ്യായത്തിൽ അവസാനത്തെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളായിട്ട് മാറും. തിന്മകൾക്ക് പകരം ഇന്നു മുതൽ നമ്മൾ നന്മയെ മാത്രം ആകർഷിക്കുക. ആളുകൾക്ക് അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം ഇത് മാത്രമാണ്. അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അതായത് ബുദ്ധിമുട്ടുകൾ വേണ്ട, പ്രയാസം വേണ്ട, കടം വേണ്ട, ദാരിദ്ര്യം വേണ്ട, രോഗം വേണ്ട എന്നുള്ളത് പോലെയുള്ള നെഗറ്റീവായ നിഷേധാത്മകമായ വാക്കുകൾ വേണ്ട, അരുത്, ഇല്ല എന്ന് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇന്നു മുതൽ ഉറച്ച ഒരു തീരുമാനമെടുക്കുക: തിന്മയ്ക്ക് പകരം നന്മയെ മാത്രമേ ഞാൻ ആകർഷിക്കുകയുള്ളൂ. സമയത്തിൻ്റെ ആരംഭം മുതൽ ഈ നിയമവും ആരംഭിച്ചു. അതെപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ക്രമത്തെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തെയും നിശ്ചയിക്കുന്നത് ഈ നിയമമാണ്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. നിങ്ങളുടെ ജീവിതാനുഭവത്തിന് രൂപം നൽകുന്നത് ആകർഷണ നിയമമാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് സർവശക്തമായ ഈ നിയമം പ്രവർത്തിക്കുന്നത്. ആകർഷണ നിയമത്തെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾ തുടർച്ചയായി നിഷേധാത്മകമായ ചിന്തകൾ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. നല്ല ചിന്തകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് പ്രശ്നമല്ല. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളതും പ്രശ്നമല്ല. നിങ്ങൾക്ക് ബോധപൂർവം നിങ്ങളുടെ ചിന്തകൾ ഏതായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാം. അങ്ങനെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം. ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യമോ അങ്ങനെ ഒന്നില്ല തന്നെ. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിനും മാറ്റമുണ്ടാകും.